നന്നായി വേല ചെയ്യുന്നവരെ ഇരട്ടി മാന്യതയ്ക്ക് ദൈവം യോഗ്യരാക്കട്ടെ. എബ്രായർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായം 11-ാം വാക്യം. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണി അല്ലാത്തതായി എന്ന് വെച്ചാൽ ആട്ടുകൊറ്റന്മാരുടെ 12-ാം വാക്യം, ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ഒരിക്കലായി വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കും ഉള്ളൊരു വീണ്ടെടുപ്പ് സാധിച്ചു. ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാവിന്റെയും രക്തം 13-ാം വാക്യം രേഖപ്പെടുത്തുന്നു, ജഡീക ശുദ്ധി വരുത്തുന്നു എങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെ താൻ അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം, പറഞ്ഞേ യേശു ക്രിസ്തുവിന്റെ രക്തം, ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയുടെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. വേദപുസ്തകത്തിൽ എബ്രായർ 9:11, 12, 13, 14 യേശു കർത്താവിന്റെ രക്തം നമുക്ക് വേണ്ടി പ്രവർത്തിച്ച 4 മേഖലകളെ വെളിപ്പെടുത്തുകയാണ്. 12-ാം വാക്യത്തിൽ സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായി എന്നേക്കുമായി വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ച് 2 മാസത്തേക്കല്ല, 1 വർഷത്തേക്കല്ല, 6 മാസത്തേക്കല്ല, എന്നേക്കും ഉള്ളൊരു വീണ്ടെടുപ്പ്, എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് തൻ്റെ രക്തത്താൽ യേശു സാധിപ്പിച്ചു. ഇന്ന് ഈ ശുശ്രൂഷയിൽ കർത്താവിന് സംസാരിക്കാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് യേശുവിൻ്റെ രക്തമാണ്. ദ പ്രഷ്യസ് ബ്ലഡ് ഓഫ് ജീസസ്. യേശു കർത്താവിൻ്റെ വിലയേറിയ രക്തം. എബ്രായർ 12:24 അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ എബ്രായരോട് അറിയിക്കുന്നു, പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിന് അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിന്റെ രക്തത്തിന്റെ അരികിലാണ്. ആ രക്തത്തിന്റെ വിലയും ആ രക്തത്താൽ ഉണ്ടായ വീണ്ടെടുപ്പുമാണ് എന്നെയും നിങ്ങളെയും ദൈവം മക്കളാക്കി മാറ്റിയത്. കാരണം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ, ശരീരത്തിൽ നാം കാണുന്ന അനവധി അവയവങ്ങളുണ്ട്. ഒരു നഖം പോലും വിലപ്പെട്ടതാണ്. ഒരു വിരൽ പോലും വിലപ്പെട്ടതാണ്. ഒരു വിരൽ ഒന്ന് മുട്ടിമുറിഞ്ഞാൽ അതിൻ്റെ വേദന ആ കാലിനെയും ശരീരത്തെയും മുഴുവൻ ബാധിക്കും. എന്നാൽ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും വിലപ്പെട്ടത്, വിലയേറിയത്, ജീവൻ വസിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് രക്തമാണ്, ബ്ലഡാണ്. കാരണം ലേവ്യ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ ദൈവം പറയുന്നു, മാംസത്തിന്റെ ജീവൻ ഇരിക്കുന്നത് രക്തത്തിൽ ആകുന്നു. മാംസത്തിന്റെ ജീവൻ രക്തത്തിലല്ലയോ ഇരിക്കുന്നത്? ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞേ. മാംസത്തിന്റെ ജീവൻ രക്തത്തിലാണ് വസിക്കുന്നത്. എവിടെയാണ് ജീവൻ ഇരിക്കുന്നത്? മാംസത്തിന്റെ ജീവൻ വസിക്കുന്നത്
രക്തത്തിലാണ്. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് രക്തം വാർന്നു പോയാൽ നാം പറയുന്നു അവന്റെ ജീവൻ പോയിരിക്കുന്നു. യേശു കർത്താവ് തന്റെ ജീവൻ നമുക്ക് തന്നു എന്ന് നാം പറയുന്നതിന്റെ കാരണം അവന്റെ രക്തം മുഴുവൻ അവൻ നമുക്ക് നൽകിയത് കൊണ്ടാണ്. കാരണം ബൈബിൾ പറയുന്നു മനുഷ്യന്റെ ജീവൻ, മാംസത്തിന്റെ ജീവൻ വസിക്കുന്നത്, ഇരിക്കുന്നത് രക്തത്തിൽ ആണ്. ഹല്ലേലൂയ. മെഡിക്കൽ സയൻസ് ഈസ് സോ അഡ്വാൻസ്ഡ്. വൈദ്യശാസ്ത്രം വളരെ മികവുള്ളതാണ്. ഇന്ന് പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് ആ വിഷയത്തിൽ ഒരു പക്ഷെ ഒരു സൗഖ്യമുണ്ടായില്ലെങ്കിലും ഡോക്ടേഴ്സിന്, വൈദ്യശാസ്ത്രത്തിന് ആ വിഷയത്തിൽ നിങ്ങളെ സഹായിക്കാൻ കഴിയും. ഐ ആം ടെല്ലിംഗ് ട്രൂത്ത്. പക്ഷേ ഒരു ചൈനക്കാരനും റോബർട്ടുകളെ കണ്ടുപിടിച്ച ജപ്പാനിലും ചൈനയിലുമൊക്കെ ഇന്ന് റെസ്റ്റോറന്റുകളിൽ മനുഷ്യരെ ആവശ്യമില്ല പാചകം ചെയ്യാൻ, റോബർട്ടുകളാണ് കുക്ക് ചെയ്യുന്നത്. ഇത്രയും സാങ്കേതിക മികവുള്ള, ഇത്രയും കണ്ടുപിടുത്തങ്ങൾ നടത്തിയ, ഓരോ ദിവസവും അഡ്വാൻസ് ടെക്നോളജി, AI-യുടെ കാലത്തിൽ ജീവിക്കുന്ന, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്തിൽ ജീവിക്കുന്ന ഈ തലമുറയോട് ഒരു സുവിശേഷകൻ എന്ന നിലയിൽ എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഇത്രയും കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടും, റോബർട്ടുകളെയും കൊണ്ട് ഭക്ഷണം വരെ ഉണ്ടാക്കിച്ച് വിളമ്പാൻ കഴിഞ്ഞിട്ടും ഒരു തുള്ളി രക്തം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? Yes. Amen. One drop. Yes. Blood. ഒരു ചൈനക്കാരന് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയാത്ത ഒന്നാണ് blood. Yes. No one can create the blood. Amen. Hallelujah. Hallelujah. ഒരു മനുഷ്യനും ആർട്ടിഫിഷ്യലായി രക്തം ഉണ്ടാക്കുവാൻ കഴിയുകയില്ല. കാരണം ദൈവം മനുഷ്യന്റെ ജീവനെ മനുഷ്യന്റെ മാംസത്തിൽ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ആ രക്തത്തിലൂടെയാണ്. Amen. 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 ഹല്ലേലൂയ. Hallelujah. അങ്ങനെയാണെങ്കിൽ ഒരിക്കലായി എന്നേക്കുമായി എന്നെയും നിങ്ങളെയും യേശു കർത്താവ് വീണ്ടെടുക്കുവാൻ യേശുവിന് കൊടുക്കേണ്ടി വന്നത്, യേശുവിന് നൽകേണ്ടി വന്നത് പൗണ്ടല്ല, ഡോളറല്ല, റിയാലല്ല, ദിനാറല്ല, ഈ ലോകത്തിലെ ആഭരണങ്ങളോ വസ്തുവകകളോ അല്ല. Yes. തന്റെ ജീവൻ, Hallelujah. തന്റെ രക്തം, Amen. the precious blood he gave us. Amen. 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 തന്റെ രക്തത്തെ അവൻ നമുക്ക് വേണ്ടി നൽകുവാനിടയായി. Amen. Yes. യേശു ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മാസങ്ങൾക്ക് മുൻപ് മറിയത്തിന്റെ അരികിൽ ഗബ്രിയേൽ ദൂതൻ വന്നു പറഞ്ഞു, മത്തായി സുവിശേഷം 1:21, അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന പേരിടണം. ജനങ്ങളെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കൊണ്ട്. ഇന്നിവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും മനസ്സിലാക്കണം, നിങ്ങളും ഒരുപക്ഷെ വ്യക്തിപരമായി ഞാനും ജീവിതത്തിൽ അനുഭവിക്കുന്ന പല പ്രതിസന്ധികൾക്കും രോഗങ്ങൾക്കും കാരണമാകുന്നത് എന്നിലും നിങ്ങളിലും വെളിപ്പെടുന്ന പാപമാണ്. ദൈവം മനുഷ്യനെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചപ്പോൾ പാപം എന്നൊരു സംഗതി ഇല്ലായിരുന്നു. ഒരമ്മ ഒരു കുഞ്ഞിനെ ടവല് കൊണ്ട്, ഒരു ടർക്കി കൊണ്ട്, ഒരു തുണി കൊണ്ട് റാപ്പ് ചെയ്ത് പൊതിഞ്ഞു പിടിക്കുന്നത് പോലെ മനുഷ്യനെ ദൈവം പൊതിഞ്ഞു പിടിച്ചിരുന്നത് തന്റെ തേജസ് കൊണ്ടായിരുന്നു, തന്റെ മഹത്വം കൊണ്ടായിരുന്നു. Amen. തേജസ്സിൽ നിന്ന് മനുഷ്യനിൽ രോഗമില്ലായിരുന്നു. തേജസ്സിൽ നിന്ന് ആദത്തിലും ഹവ്വയിലും മരണമില്ലായിരുന്നു. തേജസ്സിൽ നിന്ന് മനുഷ്യനിൽ ശാപമില്ലായിരുന്നു. പക്ഷേ പിശാച് അവരെയും കൊണ്ട് പാപം ചെയ്യിച്ച് ദൈവം വിലക്കിയതിനെ
അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് അവരെ പാപത്തിലാക്കി. അവരിൽ നിന്ന് തേജസ് നഷ്ടപ്പെട്ടപ്പോൾ മനുഷ്യൻ രോഗിയായി, ശാപഗ്രസ്തനായി, ബന്ധനസ്ഥനായി. അവന്റെ ആയുസ്സിനും അവന്റെ ജീവിതത്തിനും പരിധികളും പരിമിതികളുമായി. Amen. പാപം ഈ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് മുൻപ് തേജസ്സായിരുന്നു ഉണ്ടായിരുന്നത്. തേജസ് നഷ്ടപ്പെട്ട മനുഷ്യനെ നോക്കിയാണ് ബൈബിൾ പാപി എന്ന് വിളിച്ചത്. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ലീഗ പറയുന്നു, ഒരു വ്യത്യാസവുമില്ല. there is no difference. എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് ഇല്ലാത്തവരായി മാറി. ഹല്ലേലൂയ. Hallelujah. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തി തിരിച്ചറിയണം, രോഗങ്ങൾ പല നിലകളിൽ വരാം. ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. എന്നാൽ നിങ്ങളൊരു ഡെലിവറൻസ് ആണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ, ഒരു ഫ്രീഡമാണ് എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ, മനുഷ്യനെ പുറമേ കാണിക്കുന്ന അഭിനയങ്ങളോ വേഷഭൂഷാദികളോ കൊണ്ട് ദൈവത്തിന്റെ മുമ്പിൽ നീ രക്ഷപ്പെടൂല. Amen. Amen. ഹൃദയങ്ങളെ അറിയുന്നവൻ ദൈവമാണ്. ആ ദൈവം പാമ്പിനോട് പറയുന്നു, സ്ത്രീയെ നീ വഞ്ചിച്ചുവെങ്കിൽ സ്ത്രീയുടെ ഉദരത്തിൽ നിന്ന് ജനിക്കുന്നവൻ തന്നെ നിന്റെ തലയെ തകർക്കും. Amen. മറിയത്തോട് ദൂതൻ പറയുന്നു, അവൻ മനുഷ്യനെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കൊണ്ട് നീ അവനെ യേശു എന്ന പേർ വിളിക്കണം. Amen. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെല്ലാം ഒന്ന് കൈ ഉയർത്തിയേ. ആ കൈയെ നോക്കി ഞാൻ ചോദിക്കുന്നു, നിന്റെ പാപങ്ങളിൽ നിന്ന് നീ രക്ഷപ്പെട്ടിട്ടുണ്ടോ? നിന്റെ പാപത്തിൽ നിന്ന്, പാപ സ്വഭാവങ്ങളിൽ നിന്ന് നിനക്ക് പുറത്തു വരുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഞാൻ യേശുവിൽ വിശ്വസിച്ചതിന്റെ കാരണം, ഞാൻ യേശുവിനെ ആരാധിക്കുന്നതിന്റെ കാരണം, ഞാൻ എൻ്റെ യേശുവിനെ ഒരു ഭാഗത്ത് ഉയർത്തുന്നതിന്റെ കാരണം, മറ്റാർക്കും എനിക്ക് ചെയ്തു തരാൻ കഴിയാത്ത കാര്യമാണ് ക്രിസ്തു എന്നിൽ ചെയ്തത്. ഞാനായിരുന്ന സമുദായത്തിനോ, ഞാനായിരുന്ന സഭയ്ക്കോ, ഞാനായിരുന്ന മതസംവിധാനങ്ങൾക്കോ എനിക്ക് ചെയ്തു തരാൻ കഴിയാത്ത ഒരു കാര്യം ക്രിസ്തു എന്നിൽ ചെയ്തു. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം എന്റെ സകല പാപവും പോക്കി Hallelujah. എന്നെ വിശുദ്ധീകരിച്ചു. Amen. Jesus. എനിക്കറിയാം, ഇന്ന് ഒത്തിരി പേർ സൗഖ്യം ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് സൗഖ്യങ്ങൾ ഉണ്ടാകും. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരോട് ഞാൻ പറയുന്നു, റൂട്ട് കോസ്, മൂലകാരണം. ഒരു രോഗം കണ്ടുപിടിച്ചാൽ മാത്രമേ ആ രോഗത്തെ ആ ഡോക്ടറിന് ചികിത്സിക്കാൻ കഴിയുകയുള്ളൂ. എവിടെയാണ് ശത്രു നിന്നെ തകർത്തുകൊണ്ടിരിക്കുന്നത്? എവിടെയാണ് പിശാചിന് കയറുവാൻ നീ വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നത്? എവിടെയാണ് സാത്താന്യ മേഖലകൾ നിന്നെ ഇഞ്ചിഞ്ചായി തീർത്തുകൊണ്ടിരിക്കുന്നത്? എവിടെയാണ് നിന്റെ തലമുറകളെ പിശാച് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്? ഇന്ന് പകൽ ആത്മതലങ്ങളിൽ നിന്നുകൊണ്ട് ഒരൊറ്റ വാക്ക് ഞാൻ പറയാം, ഇതിനെല്ലാം, നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും, നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും യേശുവിന്റെ രക്തം മറുപടി പറയും. Amen. Hallelujah. ഞാൻ വീണ്ടും Hallelujah. ആ വാക്ക് ആവർത്തിക്കുന്നു. Yes. നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും, Amen. നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും യേശുവിന്റെ രക്തം മറുപടി പറയും. യേശുവിന്റെ രക്തം മതിയായതാണ്. Amen. കടഭാരത്തിൽ നിന്ന് ഒരു വിടുതൽ നൽകുന്ന ദൈവമാണ്, ദേവനാണ് ക്രിസ്തുവെങ്കിൽ, അത് മാത്രമാണ് ക്രിസ്തുവെങ്കിൽ, കടമില്ലാത്തവർക്ക്, സാമ്പത്തികമായി അഭിവൃദ്ധിയിൽ നിൽക്കുന്നവർക്ക് യേശു ദൈവമാകില്ലല്ലോ. സൗഖ്യമാക്കുന്നവനാണ് ക്രിസ്തു. ഞാൻ അവനിൽ നിന്ന് സൗഖ്യം പ്രതീക്ഷിക്കുന്നു, എന്റെ പ്രതീക്ഷ അത് മാത്രമാണ് എന്ന് ചിന്തിക്കുന്ന കേവലം ഒരു സൗഖ്യദായകനാണ് ക്രിസ്തുവെങ്കിൽ, ആരോഗ്യമുള്ളവന് യേശുവിനെ വേണ്ടല്ലോ. Amen. ഇവിടെ രോഗിക്കും രോഗമില്ലാത്തവനും, ഇവിടെ പണമുള്ളവനും പണമില്ലാത്തവനും, ഇവിടെ താഴ്ന്നവനും ഉയർന്നവനും, പണ്ഡിതനും പാമരനും, സകലർക്കും ക്രിസ്തു യേശു ദൈവമാകുന്നത് എവിടെയാണെന്നറിയാവോ? Hallelujah. എന്തിലാണെന്നറിയാവോ?
അത് രോഗശാന്തിയുടെ കാരണം കൊണ്ടല്ല, അത് കടഭാരം മാറ്റിയത് കൊണ്ടല്ല, എന്റെ പേർ വിളിച്ച് പ്രവചിച്ചത് കൊണ്ടോ എന്റെ ഭൂതങ്ങളെ പുറത്താക്കിയത് കൊണ്ടോ അല്ല. 1 തിമോത്തിയോസിന്റെ ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ പൗലോസ് ലീഗ പറയുന്നു, ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിക്കുവാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. Amen. Hallelujah. Hallelujah. എല്ലാവരും അംഗീകരിക്കുവാൻ യോഗ്യനായവൻ. എല്ലാവരും യേശുവിനെ അംഗീകരിക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? എല്ലാവരിലും പാപമുണ്ട്. Amen. പാപമില്ലാത്ത ഒരു മനുഷ്യനും ഇവിടെയില്ല. പാപത്തിലല്ലയോ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചത്? ജന്മ കർമ്മ പാപങ്ങളും ജന്മ കർമ്മ ശാപങ്ങളും ചുമക്കുന്ന പലരും ഇന്ന് ഈ ഓഡിറ്റോറിയത്തിൽ വന്നിട്ടുണ്ട്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ശുഷ്കാന്തി സംബന്ധിച്ച് പരീശൻ, സഭയെ ഉപദ്രവിച്ചവൻ, യഹൂദൻ, ഗമാലിയേലിന്റെ പാദപീഠത്തിൽ പഠിച്ചവൻ, തോറ ന്യായപ്രമാണം മുഴുവൻ അരച്ച് കലക്കി കുടിച്ചവൻ, തർസോസുകാരനായ ശൗൽ പറയുന്നു, പൗലോസ് പറയുന്നു, പാപികളിൽ ഞാൻ ഒന്നാമനായിരുന്നു. എനിക്ക് തോറ മുഴുവൻ അറിയാം. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, പ്രാവചനികമായ ശബ്ദങ്ങൾ, വലിയ പ്രവാചകന്മാർ, ചെറിയ പ്രവാചകന്മാർ പ്രവചിച്ച പ്രവചനത്തിന്റെ ചുരുളുകൾ മുഴുവൻ എനിക്കറിയാം. എന്റെ അകത്ത് ഞാൻ പഠിച്ചതിലും അറിഞ്ഞതിലും ഒരു ശുഷ്കാന്തിയുണ്ട്. അതുകൊണ്ടാണ് ക്രിസ്തു സഭയെ തകർക്കുവാൻ, സഭയെ മുടിക്കുവാൻ ശൗൽ, പൗലോസായി മാറിയ ശൗൽ ഇറങ്ങിത്തിരിച്ചത്. പക്ഷെ ആ മനുഷ്യൻ രക്ഷകനെ കണ്ടെത്തിയപ്പോൾ, വിമോചകനെ കണ്ടെത്തിയപ്പോൾ, വിടുവിക്കുന്നവനെ കണ്ടെത്തിയപ്പോൾ ആ മനുഷ്യൻ പറയുകയാണ്, ഞാൻ ക്രിസ്തുവിനെ അംഗീകരിച്ചതിന്റെ കാരണം, യേശു എന്റെ ദൈവമായതിന്റെ കാരണം എന്റെ മതങ്ങൾക്കോ എന്റെ മത സംവിധാനങ്ങൾക്കോ എന്റെ കുടുംബാംഗങ്ങൾക്കോ ഞാൻ വായിച്ചു പഠിച്ച തോറകൾക്കോ എന്റെ പാപങ്ങളിൽ നിന്ന് എന്നെ വിടുവിപ്പാൻ കഴിഞ്ഞില്ല. പാപിയിൽ ഒന്നാമനായ എന്നെ യേശുവിന്റെ വിലയേറിയ രക്തം, ആ പരിശുദ്ധ രക്തം എന്നെ രക്ഷിച്ചു. Hallelujah. Why I am worshiping my God Jesus? Why is my Savior and my Redeemer? He delivered me. He delivered me Amen. from the sin. Yes. Hallelujah. Hallelujah. എല്ലാവരും യേശുവിനെ അംഗീകരിക്കണം. ഒറ്റ കാരണമേ ഉള്ളൂ, എല്ലാവരും പാപികളാണ്. എല്ലാവരും യേശുവിനെ അംഗീകരിക്കണം. അതിൽ മതമില്ല. ഒറ്റ കാരണമേ ഉള്ളൂ, എല്ലാവരിലും ശാപങ്ങളും പാപങ്ങളും ഉണ്ട്. പാപികൾക്കായി രക്ഷകനായി ഭൂമിയിൽ വന്ന ഒരുവനേ ഉള്ളൂ, അത് യേശുവാണ്. Yes. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ ഇതുപോലൊരു കൂട്ടത്തിന്റെ നടുവിൽ നിന്ന് കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ, തീർക്കുന്നെങ്കിൽ തീർക്കട്ടെ, എന്നാലും പറഞ്ഞേച്ചേ പോവുള്ളൂ എന്ന നിലയിൽ അപ്പോസ്തല പ്രവൃത്തി 4:11-12 പത്രോസ് വിളിച്ചു പറഞ്ഞത്, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല. അത് വിശ്വസിക്കുന്നവർ ആ കൈകളൊന്ന് അടിച്ച് Hallelujah. Amen. മറ്റൊരുത്തനിലും Yes. മറ്റൊരുത്തനിലും Yeah. നിങ്ങൾ ഈ ഭൂമിയിൽ കാണുന്ന മറ്റൊരുത്തനിലും, ഒരു ദേവന്മാരിലും, ഒരു ശക്തികളിലും, ഒരു മതത്തിലും, ഒരു സംഘടനയിലും നിനക്ക് രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുവിന്റെ നാമമല്ലാതെ വേറെ ഒരു നാമവും ഇല്ല. Amen. Amen. അതുകൊണ്ട് ഒരിക്കലായി എന്നേക്കുമായി. Amen. എനിക്ക് ആ വാക്ക് എബ്രായർ 9:12 എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വാക്കാണ്, വാക്യമാണ്. ഒരിക്കലായി
എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിച്ചു. ഹല്ലേലൂയ. Hallelujah. യേശുവിന്റെ രക്തം നിങ്ങളെ വീണ്ടെടുത്തോ? യേശുവിന്റെ രക്തം നിങ്ങളെ കഴുകിയോ? യേശുവിന്റെ രക്തം നിങ്ങളിലേക്ക് ഒഴുകിയോ? Yes. അത് പാപമില്ലാത്ത രക്തമാണ്. അത് പരിപാവനമായ രക്തമാണ്. അത് പരിശുദ്ധമായ രക്തമാണ്. അത് വീണ്ടെടുത്ത രക്തമാണ്. അത് സംസാരിക്കുന്ന രക്തമാണ്. അത് വിലയേറിയ രക്തമാണ്. അത് പുണ്യാഹ രക്തമാണ്. അത് പൈശാചിക മേഖലകളെ തകർക്കുന്ന രക്തമാണ്. അത് രോഗികളെ സൗഖ്യമാക്കുന്ന രക്തമാണ്. അത് ബന്ധനങ്ങളെ അടിക്കുന്ന രക്തമാണ്. അത് വിമോചനം തരുന്ന രക്തമാണ്. The precious blood of Jesus. Amen. Hallelujah. Oh, I'm feeling the anointing. I'm feeling the anointing. Thank you, Holy Spirit. What is the reason? എത്ര പേരുടെ ജീവിതത്തിൽ ഒരു വിമോചനം ആഗ്രഹിക്കുന്നു, ഒരു വിടുതൽ ആഗ്രഹിക്കുന്നു? Amen. എൻ്റെ പ്രിയ മക്കളെ, എൻ്റെ പ്രിയ കൂടപ്പിറപ്പെ, എൻ്റെ സഹോദരങ്ങളെ, എനിക്കറിയാം കർത്താവിനെയും എൻ്റെ ശുശ്രൂഷയെ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളാണ് നീ ഓഡിറ്റോറിയത്തിൽ വന്നിരിക്കുന്നത്. എൻ്റെ പ്രിയ മക്കളോടെന്ന വേണം ഞാൻ ചോദിക്കുന്നു, നിങ്ങളിൽ എത്ര പേരുടെ ജീവിതത്തിൽ ഒരു വിമോചനം നിങ്ങൾ ആഗ്രഹിക്കുന്നു, ഒരു വിടുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്നു? ബൈബിൾ നമുക്ക് തരുന്ന ഒരു സത്യമുണ്ട്, ഒരു ഉപദേശമുണ്ട്, ഒരു വാഗ്ദത്തമുണ്ട്. എബ്രായർ 9:22 ന്യായപ്രമാണ പ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. എബ്രായർ 9:22 സകലവും രക്തത്താൽ, പറഞ്ഞേ സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. ശകലമല്ല, ഉറക്കെ പറഞ്ഞില്ല, ശകലമല്ല, ഒരു പാർട്ടല്ല, ഒരു ഭാഗമല്ല, സകലവും, സർവവും. മൈ ബോഡി, മൈ സ്പിരിറ്റ്, മൈ സോൾ, my family, my children, everything. സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. ബൈബിൾ പറയുന്നു, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല.